നിങ്ങളുടെ വണ്ടി അപകടത്തിൽപ്പെടുന്നു. ദൗർഭാഗ്യവശാൽ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല. പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ കരുതുന്നതിലും എത്രയോ വലുതാണ്, ഭീകരമാണ്. സുഹൃത്തുക്കളെ, എക്സൽ ഇൻഷുറൻസ് ഹബിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഞാൻ എസ് കൃഷ്ണകുമാർ, 35 വർഷത്തെ ഇൻഷുറൻസ് അനുഭവ സമ്പത്തോടുകൂടി നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി തരാൻ തയ്യാർ. അപകടമുണ്ടായി, ഇൻഷുറൻസ് ഇല്ല. നിയമപരമായി നിങ്ങൾ കുറ്റക്കാരൻ. അപകടത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ആഘാതം കൂടിയും കുറഞ്ഞും ഇരിക്കും. നിങ്ങളുടെ വണ്ടിക്ക് ഡാമേജ് ഉണ്ടായി എന്ന് കരുതൂ. പോളിസി ഇല്ലെങ്കിൽ വണ്ടി നിങ്ങൾ സ്വയം നന്നാക്കണം എന്ന് മാത്രം. നിങ്ങളുടെ വണ്ടി ഇടിച്ച് മറ്റൊരാൾക്ക് പരിക്ക് പറ്റി അത് കേസായാൽ കോടതി പറയുന്ന കോമ്പൻസേഷൻ വണ്ടിയുടെ ഉടമ കൊടുക്കേണ്ടി വരും. TP പോളിസി എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ കോമ്പൻസേഷൻ ഇൻഷുറൻസ് കമ്പനി കൊടുത്തേനെ. അല്പം കൂടി മോശമായ ഒരു അവസ്ഥ വിചാരിക്കൂ. നിങ്ങളുടെ വണ്ടി ഇടിച്ച് ചെറുപ്പക്കാരനായ ഒരു പ്രൊഫഷണൽ മരിക്കുന്നു. കോടതി വിധിക്കുന്ന കോമ്പൻസേഷൻ കോടികൾ വരാം. ഇത് ആര് കൊടുക്കും? വണ്ടിയുടെ ഉടമസ്ഥൻ കൊടുക്കണം. വണ്ടി ഓടിച്ചിരുന്ന ആൾ ഉടമസ്ഥൻ അല്ലെങ്കിൽ പോലും വണ്ടിയുടെ ഉടമസ്ഥനാണ് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരിക. ഇൻഷുറൻസിനെ നിസ്സാരമായി കാണരുത്. ഇപ്പോൾ 1167 രൂപ ഉണ്ടെങ്കിൽ ഒരു 2 വീലർ തേർഡ് പാർട്ടി പോളിസി കിട്ടും. ഇതിന് മടിച്ചാൽ ഒരുപക്ഷെ കോടികളുടെ ബാധ്യത തലയിൽ വരും. ജാഗ്രത വേണം. അടുത്ത വീഡിയോയിൽ വാഹനത്തിൻ്റെ ഫുൾ കവർ അല്ലെങ്കിൽ കോംപ്രിഹെൻസീവ് പോളിസി എന്താണ്, TP പോളിസി എന്താണ് വിശദീകരിക്കാം. ഇൻഷുറൻസ് സംബന്ധമായ ആധികാരിക വിവരങ്ങൾക്ക് എക്സൽ ഇൻഷുറൻസ് ഹബ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ.